ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ചെറിയ പരീക്ഷണമായിരുന്നു. പക്ഷേ എങ്കിലും നല്ല അടിപൊളി ഒരു റിസൾട്ടാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 2 വഴുതനങ്ങ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇനി കത്തിരിക്കയെന്നും പറയും. അതെടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി അതങ്ങോട്ട് പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും ഒരു തക്കാളി എടുത്ത് അത് ഒന്ന് പേസ്റ്റാക്കി ചേർക്കണം. ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് അതും ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇനി ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി നമുക്ക് പച്ചമാങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച്, അതായത് ഫ്രൈ ആക്കി മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 ഐറ്റം ഏതാണെന്ന് പിടിയിട്ടില്ലേ? നമ്മുടെ പച്ചമാങ്ങയും വഴുതനങ്ങയും ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ. ഇങ്ങനെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം. നല്ല പൊളി കറിയാണ് കേട്ടോ. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇതാണോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 ഐറ്റം എന്നല്ലേ?